എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. നമ്മൾ ഇന്നലെ എടുത്ത ആ കുഞ്ഞാണ് കേട്ടാ, കഴുത്തിൽ ചെയിൻ കുടുങ്ങിയിട്ട് ഇങ്ങനെ ഫുൾ നെക്കിൽ ചെയിൻ കുടുങ്ങിയിട്ട് മാംസത്തിൽ ഇങ്ങനെ ഊർന്നു പോയിരുന്നു, ഉള്ളിലേക്ക് പോയിരുന്നു. അപ്പോൾ കട്ട് ചെയ്താലും എനിക്ക് വലിച്ചാൽ കിട്ടില്ല, അത്ര വേദനയാണ്. അപ്പോൾ നമ്മളത് മയക്കിയിട്ടോ അല്ലെങ്കിൽ തരിപ്പിച്ചിട്ടോ കീറി എടുത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ എടുക്കാൻ. ഇത് മുഴുവനായിട്ട് ഞാൻ കഴുത്ത് കാണിക്കുന്നില്ല, കാണിച്ചാൽ അത് പ്രശ്നമാണ്. അവിടെ ഒന്നോട്ടാ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ തിരക്കുള്ള ദിവസം, ഭയങ്കര തിരക്ക്. ഇപ്പം നമ്മൾ ഒരു റൂട്ടിൽ പോകണമെന്ന് പൊന്നാനിക്കാണ്, നമ്മളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവനെ എടുത്തിട്ട് പോകുമ്പോൾ തന്നെ വേറെ കുഞ്ഞിനെ ഒന്ന് വട്ടംകുളം ഭാഗത്ത് വണ്ടി തട്ടിയിട്ടുണ്ട്. ആ കുഞ്ഞിനെ നമ്മൾ എടുക്കണം, ആ കുഞ്ഞിനെ എടുത്തിട്ട് ഒരുമിച്ച് പോകണം. അങ്ങനെ അവിടെ പോയിട്ട് ഇവൻ്റെ കേബിൾ ചെയിനൊക്കെ ഊരിയിട്ട് കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വന്നിട്ട് വീണ്ടും നമ്മൾ ആ റൂട്ടിന് പോകണം. അപ്പോൾ തിരിച്ചു വരുന്നതിന് മുന്നേ നമുക്ക് പുറത്തൂർ പോകണം. നമ്മളെ പ്രഭാകരല്ലേ, കഴുത്തിൽ പെരടിയിൽ മുറിവായിട്ട്, അവന് മരുന്ന് വെക്കണം. അവന് മരുന്ന് വെച്ചിട്ട് പുറത്തൂർ പോയിട്ട് അവിടുന്ന് തിരിച്ചു വരണം. എന്നിട്ട് കീമോ ചെയ്യുന്ന വെള്ളിയാഴ്ച നമ്മൾ അന്ന് കഴിഞ്ഞ തവണ കീമോ ചെയ്ത കുട്ടിയില്ലേ, ആളേനെടുത്തിട്ട് വീണ്ടും ഈശ്വരമംഗലം ആ സൈഡിൽ തന്നെ ആ നരിപ്പറമ്പ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഇടയിൽ എനിക്ക് വന്നിട്ട് ഭക്ഷണം വയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഭക്ഷണം വയ്ക്കാൻ നമ്മൾ വേറെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. അവരെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഭക്ഷണം റെഡിയായിട്ട് ഞാൻ തിരിച്ചു കൊടുന്നവർ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ഓട്ടം, അതിൻ്റെ ഇടയിൽ കോളുകൾ വരുന്നുണ്ട്, അവിടേക്ക് വരും ഇവിടേക്ക് വരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ പോലെയാണ് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക, എന്നാൽ കഴിയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സുഖമായിരിക്കും. കാണാം.